നമ്മളൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ PM ശ്രീ എന്ന് പറയുന്നത് ഒരു പട്ടിൽ പൊതിഞ്ഞ പാഷാണമാണ്. അതായത് പുറത്ത് നോക്കിയാൽ ഒരു പട്ടാണ്, അതിൻ്റെ അകത്ത് വിഷമാണ്. ഇപ്പോൾ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്, സുരേന്ദ്രൻ പറഞ്ഞത്, മുസ്ലിം ലീഗുകാരനായ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് ഞങ്ങളതിൽ ഒപ്പിടിക്കുന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ വാസ്തവം നമ്മുടെ മന്ത്രി അപ്പൂപ്പൻ ഓൾറെഡി അത് ഇരുട്ടിൻ്റെ മറവിൽ ഒപ്പിട്ടിട്ടുണ്ട്. ശിവൻകുട്ടിയൊക്കെ പറഞ്ഞു, എന്തിനാണ് ഈ ഫണ്ട് പാഴാക്കുന്നത്, ഇത് കേന്ദ്രം തരുന്നതല്ലേ, നമ്മുടെ അവകാശമല്ലേ എന്നൊക്കെയാണ്. അതായത് ഞങ്ങൾ നൈസായിട്ട് ഒപ്പിട്ടു എന്ന് പറഞ്ഞു, തന്ത്രപരമായിട്ട്. അപ്പോൾ അതേ പദ്ധതി UDF അതുപോലെ ഏറ്റെടുത്താൽ സ്വാഭാവികമായിട്ടും അത് കാപട്യമാണ്. അപ്പോൾ ആ കാപട്യത്തിനെതിരെ ജനകീയ വികാരം ഉണ്ടാവും. നമ്മൾ വെള്ളാപ്പള്ളിയെ പിന്നെ നമ്മൾ പോയിട്ട് പൊന്നാട ഇട്ടാൽ സ്വാഭാവികമായിട്ടും സൈബർ പട ചോദിക്കുന്നത്, നിങ്ങൾ KRIL റദ്ദാക്കി KFON റദ്ദാക്കാൻ പോകുന്നു, എന്താണ് PM ശ്രീ റദ്ദാക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. അല്ല, PM ശ്രീ ഒപ്പിട്ട് കഴിഞ്ഞൊരു സംഗതിയാണ്. വീർ സവർക്കറൊക്കെ ആയിരിക്കും വലിയ ദേശാഭിമാനി. അപ്പോൾ ഗാന്ധിജിയും നെഹ്റുവൊക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും സവർക്കറും ഗോൾവാക്കറും ഒക്കെ കയറി വരികയും ചെയ്യും. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും ഗതികേട് കേരളത്തിനില്ല. അതായത് കുറച്ച് പൈസക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ മതനിരപേക്ഷ താല്പര്യങ്ങളെ ഒറ്റുകൊടുക്കേണ്ട ഗതികേട് കേരളത്തിന് വന്നിട്ടില്ല.